എല്ലാവർക്കും നല്ല പ്രഭാതം ആശംസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് എനിക്ക് പരീക്ഷാ സംബന്ധമായ ചില തിരക്കുകളുള്ളതുകൊണ്ട് ലൈവ് ക്ലാസ് എടുക്കുന്നില്ല. പകരം ഈ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് നൽകുകയാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നതിനിടയിൽ സ്ക്രീനിൽ വരുന്ന പോയിന്റുകളും പറയുന്നതിലെ പ്രധാന ആശയങ്ങളും നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുകയും വേണം. ഒരു കഥ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ഗുരുകുല പഠനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ശിഷ്യരിൽ ഒരാൾ ആത്രേയ മഹർഷിയോട്, എന്താണ് അങ്ങേക്ക് ഞാൻ ഗുരുദക്ഷിണ നൽകേണ്ടത് എന്ന് ചോദിക്കുന്നു. ദക്ഷിണയൊന്നും വേണ്ട, ശിഷ്യൻ നന്നായിരുന്നാൽ മതി എന്ന് ആത്രേയ മഹർഷി പറഞ്ഞെങ്കിലും ശിഷ്യൻ നിർബന്ധിച്ചു ദക്ഷിണ സ്വീകരിക്കണമെന്ന്. അപ്പോൾ മഹർഷി ദക്ഷിണ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ദക്ഷിണയായി സ്വീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഉപയോഗവുമില്ലാത്ത നിസാരമായ ഒരു ചെടി മാത്രമാണ് എന്ന് ഗുരു ശിഷ്യനെ അറിയിക്കുന്നു. ശിഷ്യൻ വളരെ സന്തോഷവാനായി വളരെ എളുപ്പമുള്ള ദക്ഷിണയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ശിഷ്യൻ യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു പാഴ്ചെടി തപ്പി ഇറങ്ങുകയാണ്. എത്ര നിസ്സാരമായ ദക്ഷിണയാണ്! വളരെ വേഗം ഗുരുവിന് ദക്ഷിണയും കൊടുത്ത് മടങ്ങാമെന്നുള്ള ആഗ്രഹത്തിലും ഉറച്ച വിശ്വാസത്തിലുമാണ് ശിഷ്യൻ. പക്ഷേ ഓരോ ചെടിക്കരികിലെത്തുമ്പോഴും അതിനെന്തെങ്കിലും ഉപയോഗമുണ്ടെന്ന് ശിഷ്യൻ തിരിച്ചറിയുകയാണ്. അപരിചിതമായ ഓരോ ചെടിയെക്കുറിച്ചും മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞു. വളരെ കാലത്തെ അന്വേഷണങ്ങൾക്കും അലച്ചിലിനും ശേഷം ദുഃഖിതനായി ശിഷ്യൻ ഗുരുസന്നിധിയിലെത്തുകയാണ്. ഉപയോഗമില്ലാത്ത ഒരു പുൽച്ചെടി പോലും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വേദനയോടെ ശിഷ്യൻ ഗുരുവിനെ അറിയിച്ചു. ഗുരു വാത്സല്യത്തോടെ ശിഷ്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചത്തിൽ പരസ്പര ആപേക്ഷിതമല്ലാത്ത ഒന്നും നിലനിൽക്കുന്നില്ല. നീ നേടിയ ഈ തിരിച്ചറിവ് തന്നെയാണ് എനിക്കുള്ള ദക്ഷിണ. വളരെ നല്ല ഒരാശയം മുന്നോട്ട് വയ്ക്കുന്ന കഥയാണിത്. നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. 2, ഈ ലോകത്ത് ഉപയോഗമില്ലാത്ത ഒന്നുമില്ല. എന്തിനും എന്തെങ്കിലും ഉപയോഗമുണ്ട്. ഒരു ചെടി, ഒരു മരം, നമ്മൾ പറയാറുണ്ട് പാഴ്മരം, ഫലം കായ്ക്കാത്ത മരം പോലും തടിയും തണലും നൽകും. അതുപോലെ നമ്മൾ കാണുന്ന ഏത് പുല്ലും ഉപകാരമുള്ളതാണ്. ഉപകാരമില്ലാത്ത ഒരു ഇല പോലും, ഒരു നാമ്പ് പോലും ഈ ലോകത്തില്ല എന്നുള്ള വലിയ ഒരു സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാൻ വൈകിപ്പോയില്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് തന്നെ സംഘടന ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. നാമൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടത്, ഇവിടുത്തെ പച്ചപ്പിനെ നിലനിർത്തേണ്ടത്, നമുക്ക് ശേഷം വരുന്നവർക്കും ആവാസയോഗ്യമായി ഈ ഭൂമിയെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പരിസ്ഥിതി നാശം സംഭവിക്കുന്ന പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. നമ്മുടെ വീടും പരിസരങ്ങളും പോലും വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മരങ്ങളും ചെടികളും ഒക്കെ നമ്മൾ നശിപ്പിക്കും. വച്ച് പിടിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിലും വെട്ടി നിരത്താൻ വലിയ ആഗ്രഹവും താല്പര്യവും സാമർഥ്യവും ഒക്കെ നമുക്കുണ്ട്. ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള
മനുഷ്യൻ്റെ വിനാശകരമായ പ്രവർത്തനങ്ങളെ ഓർമ്മപ്പെടുത്തുക. അത് എഴുത്തുകാരൻ്റെ ധർമ്മമാണ്. എഴുത്തുകാരൻ്റെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണത്. ഈ കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത എന്ന് പറയുന്നത് ആർക്കെങ്കിലും ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തിക്കും താൻ ജീവിക്കുന്ന സമൂഹത്തോടും തൻ്റെ രാഷ്ട്രത്തോടും ഈ ഭൂമിയോടും പ്രതിബദ്ധതയുണ്ട്. അത് തിരിച്ചറിയുന്നവർ കുറവാണ് എന്നുള്ളതാണ് ദുരന്തം. എന്നാൽ തിരിച്ചറിയുന്നവർ ഇന്ന് ധാരാളമുണ്ട്. അത്തരത്തിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങളെ തിരിച്ചറിഞ്ഞ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് എൻ എ നസീർ. 1962 ജൂൺ 10 എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്താണ് അദ്ദേഹം ജനിച്ചത്. എൻ എ നസീർ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ്. മലയാളത്തിലെ പ്രമുഖ മാസികകളിലും സാങ്ച്വറി ഏഷ്യ, ഹോൺബിൽ, ഫ്രണ്ട് ലൈൻ, ഔട്ട്ലുക്ക്, ട്രാവലർ മുതലായ പ്രസിദ്ധീകരണങ്ങളിലും വന്യജീവികളെക്കുറിച്ച് ഫോട്ടോ സഹിതം അനുഭവക്കുറിപ്പുകൾ എഴുതുന്നു. പ്രകൃതി നശീകരണത്തിനെതിരായി ഇദ്ദേഹം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എൻ എ നസീറിൻ്റെ വാക്കുകൾ ഒന്ന് കുറിച്ചെടുക്കുക. എനിക്ക് പേടി മൃഗങ്ങളെയല്ല, മനുഷ്യരെയാണ്. അദ്ദേഹം നിരന്തരം എന്നോണം കാട്ടിൽ യാത്ര ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രം വരെ വൈറലായിട്ടുണ്ട്. കാരണം മൃഗങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നില്ല, മനുഷ്യരെയാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്നാണ് പറയുക. കാരണം മൃഗങ്ങൾ സാധാരണഗതിയിൽ അവർക്ക് ഭയം തോന്നിയാൽ മാത്രമേ നമ്മളെ ഉപദ്രവിക്കാറുള്ളൂ എന്നുള്ളതാണ്. അവർ വേട്ടയാടുന്നത് വിശക്കുമ്പോൾ മാത്രമാണ്. മനുഷ്യനങ്ങനെയല്ലല്ലോ. ഇദ്ദേഹത്തിന് മരണം മുന്നിൽ കണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം കാട്ടിൽ ഫോട്ടോ എടുക്കാൻ പോയതിനിടെ ചന്ദനക്കൊള്ളക്കാരെ പിടികൂടിയിട്ടുണ്ട്. നോക്കുക, എല്ലാം വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തോടുള്ള, ഈ നാടിനോടുള്ള തൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എൻ എ നസീർ നിരവധി പ്രശസ്ത ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത ലേഖനങ്ങളുടെയും അപൂർവങ്ങളായ വന്യജീവി ഫോട്ടോഗ്രാഫുകളുടെയും സമാഹാരമായ കാടും ഫോട്ടോഗ്രാഫറും എന്ന കൃതി 2011 ഏപ്രിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുകയും 4 മാസത്തിനകം വിറ്റഴിയുകയും ചെയ്തു. ഒരു മനോഹരമായ ഭാഷാശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. വളരെ അനുഭൂതി നൽകുന്ന, നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന ഒരു ശൈലിയാണ് എൻ എ നസീറിൻ്റെ എഴുത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കാടേത്, കടുവയേത്, ഞാനേത്. കാടേത്, കടുവയേത്, ഞാനേത്. മറ്റൊരു കൃതിയാണ് കാടും ക്യാമറയും. എൻ എ നസീറിൻ്റെ മറ്റൊരു പുസ്തകമാണ്. മറ്റൊരു പുസ്തകമാണ് മലമുഴക്കി. ഇങ്ങനെ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ ഒരു വൈവിധ്യവും വൈചിത്ര്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ എ നസീർ നാട്ടിലും കാട്ടിലുമായി ജീവിക്കുന്ന ഒരാളാണ്. കാടിനെ തൊടുമ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമുണ്ട്. കാടിനെ തൊടുമ്പോൾ. കാടും ക്യാമറയും എന്ന ഒരു കൃതി അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ കാടുമായി ബന്ധപ്പെട്ട് എൻ എ നസീർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറെ തിരിച്ചറിവ് നൽകുന്ന ഒരു പുസ്തകമാണ്
ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നാണ് പാഠത്തിൻ്റെ പേര്. അയ്യപ്പൻ പാടിയിട്ടുണ്ട്, ഇലകളായി ഇനി നമ്മൾ ജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം. അയ്യപ്പൻ്റെ ആലില എന്ന കവിതയിലുള്ള വരികളാണ്. ഇലകളായി ഇനി നമ്മൾ ജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം. ഇത് അയ്യപ്പൻ്റെ ഒരു സ്വപ്നമാണ്. ഇലകളായി ജനിക്കുക വലിയ ഒരു സ്വപ്നമാണത്. ഇലകളായി പിറക്കുക എന്ന് പറയുക. ഇലയടരുകൾ മണ്ണിൽ ലയിച്ചു ചേർന്ന് പുനർജനിക്കുന്ന കാഴ്ച എൻ.എ. നസീർ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പാഠത്തിൻ്റെ 24-ാമത്തെ പേജിൽ ഈ ഇലയടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്, വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. അയ്യപ്പൻ്റെ ചിന്തയും എൻ.എ. നസീറിൻ്റെ ചിന്തയും ഒത്തുപോകുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഇത് ജൈവികവും ആത്മീയവുമായൊരു പുനർജനിയുടെ വിവരണം കൂടിയാണ്. പ്രകൃതി തരുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ലളിതമായ പാഠങ്ങൾ അനുഭവ പശ്ചാത്തലത്തിലാണ് നസീർ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം ദന്തഗോപുരങ്ങളിലിരുന്നല്ല കാടിനെക്കുറിച്ചും കാട്ടു മൃഗങ്ങളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും വേരുകളെക്കുറിച്ചും എഴുതുന്നത്. മറിച്ച് അദ്ദേഹം കാട്ടിലേക്കിറങ്ങി ജീവിച്ചാണ് കാടിനെക്കുറിച്ച് എഴുതുന്നത്. അതുകൊണ്ട് അത്ര ഒരു അനുഭവ പശ്ചാത്തലം ഈ രചനകൾക്കെല്ലാം പിന്നിലുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന അഗാധമായ പാരസ്പര്യത്തിൻ്റെ സജീവ ചിഹ്നമായാണ് വൃക്ഷങ്ങളെ നസീർ കാണുന്നത്. മനുഷ്യനും മണ്ണും തമ്മിലുള്ള ഏറെ ആഴത്തിലുള്ള പാരസ്പര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചും കൊടുത്തും വളരുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പാരസ്പര്യം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുകയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ പലരും സ്വീകരണം മാത്രമേ ഉള്ളൂ, കൊടുക്കലൊന്നുമില്ല. പ്രകൃതിക്ക് വേണ്ടതോ വൃക്ഷങ്ങൾക്ക് വേണ്ടതോ കൊടുക്കുന്നതിനപ്പുറം, അവയെ സംരക്ഷിക്കുന്നതിനപ്പുറം അവയിൽ നിന്നെല്ലാം ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമകളായി ഭാഗമായി നമ്മൾ മാറിയിട്ടില്ലേ എന്ന് നസീർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നസീറിൻ്റെ ലേഖനത്തിൽ വേരുകളാകട്ടെ സസ്യശാസ്ത്രത്തിലെ വേരുകളല്ല, കാടും നാടും ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വൃക്ഷങ്ങൾക്ക് പകർന്നു നൽകുന്നവയാണ്. വേരുകൾ പുഴയിലേക്ക് നീണ്ടുപോകുന്നത് നമുക്കറിയാം. അപ്പം അവിടെ ഒത്തിരി കഥകൾ, ഒരു വൈകാരിക തലം, നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ സഹോദര പാരസ്പര്യത്തിലൂടെ ജീവിക്കുന്നത് പോലെ ഈ വേരുകളും മണ്ണും മനുഷ്യനും കാട്ടുമൃഗങ്ങളും എല്ലാമായി ചേർന്നുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ സന്ദേശമാണ് അദ്ദേഹം ഈ കൃതിയിൽ നൽകുന്നത്. മണ്ണിനെ സംരക്ഷിച്ചു നിർത്തുന്ന വേരുകളെക്കുറിച്ച് തന്നെ നസീർ ഇതിൽ പറയുന്നുണ്ട്. വേരുകൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് മണ്ണിനെ മണ്ണൊലിച്ചിൽ നിന്നും മലവെള്ളപ്പാച്ചിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്ന അങ്ങനെ അതിമനോഹരമായ ഒട്ടേറെ ദൃശ്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട്. ഞാൻ ഇന്ന് ഈ ആമുഖം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ, മലയാളം ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠം നിങ്ങൾ 2 ആവർത്തി വായിക്കണം. 2 ആവർത്തി വായിച്ച് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്യങ്ങൾ, ആശയങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പാഠത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം നൽകും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ പ്രധാന ആശയങ്ങൾ കുറിച്ചെടുക്കുക, പാഠം 2 ആവർത്തി വായിക്കുക, വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക പുസ്തകത്തിൽ. അതുപോലെ നല്ല ആശയമെന്ന് തോന്നുന്നത് അണ്ടർലൈൻ ചെയ്തിടുക. അതാണ്
ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന പഠന പ്രവർത്തനം.